MDMA പ്ലസ് ആൽക്കഹോൾ. ഈ ഒരു സാധനത്തിൻ്റെ കമ്പൈൻഡ് എഫക്റ്റ് പറ്റി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലും സ്റ്റഡി നടന്നതായിട്ട് ആർക്കെങ്കിലും അറിയോ? നോർമലി നമുക്കറിയാം, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എല്ലായിടത്തും, കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, ലോകത്ത് എല്ലായിടത്തും തന്നെ വേൾഡ് വൈഡായിട്ട് യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഡ്രഗാണ്, നാർക്കോട്ടിക് ഡ്രഗാണ് MDMA അല്ലെങ്കിൽ മെത്തിലിൻ ഡയോക്സി മെത്താംഫിറ്റമിൻ. അപ്പോൾ ഈ സാധനം ആൽക്കഹോളുമായിട്ട് കമ്പൈൻഡായിട്ട് യൂസ് ചെയ്യുന്നൊരു പ്രവണത നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ടുവരുന്നുണ്ട്. ഈ ഒരു സംഭവം ഞാൻ നോട്ട് ചെയ്തത് നമ്മുടെ തിരുവനന്തപുരത്തെ വെഞ്ഞാറമ്മൂടിലെ അഫ്ഫാൻ്റെ കേസ് മുതലാണ്. ആ ഒരു കൊലപാതകത്തിൻ്റെ കേസ് മുതൽ ഇങ്ങോട്ടേക്ക് വരിയായി കുറച്ച് ബ്രൂട്ടലായിട്ടുള്ള മേർഡേഴ്സ് നടന്നു. വെരി ബ്രൂട്ടൽ. ഒരിക്കലും ഒരു മനുഷ്യൻ്റെ മനസ്സാക്ഷിക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത, നമ്മുടെ തലച്ചോറിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ബ്രൂട്ടൽ കില്ലിങ്സ്. ഒന്നല്ല രണ്ടല്ല, ഞാൻ നോട്ട് ചെയ്ത് 4ഓളം കേസുകളുണ്ട്. ഇപ്പോൾ ഒരുപാട് കേസുകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കഴിഞ്ഞ 3 മാസത്തോളമായി ഇതിൻ്റെ ഒരു സ്റ്റഡി നടത്തുന്നു. സ്റ്റഡി എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് റിസർച്ച്. അതായത് അതിൽ ഒരുപാട് റാൻഡമായിട്ടുള്ള ക്വസ്റ്റ്യനേഴ്സ് ഉണ്ടാക്കി, അതുപോലെ സർവേ നടത്തിയിട്ടുണ്ട്. ഇതൊന്നും 100% സയൻറ്റിഫിക് അല്ല. ഇറ്റ്സ് ഓൾ ഓൺ മീ. ഞാൻ ചെയ്ത വർക്ക്സുകൾ ബന്ധിപ്പിച്ചും അതുപോലെ കുറച്ച് ആർട്ടിക്കിൾസ് നിന്ന് പഠിച്ചതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് തെറ്റുകളുണ്ടാകാം, അല്ലെങ്കിൽ തിരുത്തലുകളുണ്ടാകാം. എനിവൺ ക്യാൻ റെക്കമെൻഡ് യുവർ കമൻറ്റ്സ് ആൻഡ് റെക്കമെൻഡേഷൻസ്. ഓൾവേസ് വെൽക്കം. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ഡയറക്റ്റ്ലി. അതായത് 4 കേസുകൾ. ഈ 4 കേസുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ പറയാൻ പോകുന്ന കേസുകൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള ട്രിവാൻഡ്രത്ത് ഒരു ബാറിലുണ്ടായിട്ടുള്ള 2 ബ്രദേഴ്സ്, അച്ചു അനന്തു എന്ന് പറഞ്ഞ 2 ബ്രദേഴ്സ്, ഒരു സുമൻ എന്ന് പറഞ്ഞ ഒരാളെ വളരെ ബ്രൂട്ടലായിട്ട് കില്ല് ചെയ്തത് ഒന്ന്. രണ്ടാമത് കൊല്ലത്ത് ഒരു അമ്പലത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഡാൻസ് കളിയായിട്ട് ബന്ധപ്പെട്ട് തേജസ് എന്ന് പറയുന്നൊരു 18കാരനെ 5 ആളുള്ളൊരു ഗ്യാങ് കൊന്നൊരു കേസ്. മൂന്നാമത് കൊല്ലത്ത് തന്നെ ഹരികൃഷ്ണൻ എന്ന് വെച്ച് ഉത്സവത്തിന് പോയപ്പോൾ ചെറിയൊരു വിഷയത്തിന്മേൽ ഒരു 3-4 അമ്മാവന്മാരും ഒക്കെ ചേർന്ന് അടിച്ചു കൊന്നൊരു കേസ്. പിന്നെ 4ാമത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ അഫ്ഫാൻ്റെ കേസ്. തിരുവനന്തപുരത്ത് നടന്ന ഒരു വീട്ടിലെ 6 പേരെ വെരി ബ്രൂട്ടലായിട്ട് അഫ്ഫാൻ ചെയ്ത ആ ഒരു നരനായാട്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ കേസുകളിലൊക്കെ ഈ ഒരു പാറ്റേൺ ഇൻവോൾവ് ആണോ ഞാൻ ഡൗട്ട് ചെയ്യുകയാണ്. സോ ലെറ്റ്സ് ഗോ ഫോർ എക്സ്പ്ലെയിൻഡ് വേർഷൻ ഓഫ് ദിസ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്ത് വെച്ച് തന്നെ ഏറ്റവും വലിയ ഡ്രഗ്, അല്ലെങ്കിൽ ഏറ്റവും പോയ്സണായിട്ടുള്ള ഡ്രഗ്, ഏറ്റവും കൂടുതൽ ബാഡ് എഫക്ട്സ് ഉള്ള, ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഡ്രഗ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ആൽക്കഹോളാണ്. പക്ഷേ പലർക്കും അതിൻ്റെ റിയാലിറ്റി അറിയില്ല. അതായത് പല ആൾക്കാരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ നാർക്കോട്ടിക് ഡ്രഗായിട്ടുള്ള ഹാഷിഷോ അല്ലെങ്കിൽ പിന്നെ കൊക്കെയിൻ, അതുപോലെ മാരിജുവാന, അതുപോലെ നമ്മുടെ ഈ എന്താ പറയുന്നത് കെമിക്കൽ ഡ്രഗ്സാണ് ലോകത്ത് ഏറ്റവും ഡേഞ്ചറസ് എന്നാണ്. പക്ഷെ തെറ്റാണ്. അതൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ സ്ഥാനം 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമ്പർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് അതിനെപ്പറ്റി പറയാനുണ്ടാവും. പക്ഷേ നമ്മളൊരു ഗൂഗിളിലോ അല്ലെങ്കിൽ ChatGPTയിലോ പോയിട്ട് നോക്കുകയാണെങ്കിൽ വേൾഡ് ഡേഞ്ചറസ് ഡ്രഗ് എന്ന് നോക്കിയാൽ നമുക്ക് കാണാം ആൽക്കഹോളാണ് വരുന്നത്. ആൽക്കഹോൾ. ഓക്കെ, അതായത് നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഇപ്പോൾ ഡ്രഗ്സ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഓർഡർ നോക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ അല്ല ഓർഡർ കിടക്കുന്നത്. അതായത് ബേസ്ഡ് ഓൺ അസസ്മെൻറ്റ്സ് ഓഫ് ഫിസിക്കൽ ഹാം, എഡിക്ഷൻ, പൊട്ടൻഷ്യൽ ആൻഡ് സോഷ്യൽ ഇമ്പാക്റ്റ്. അതിൻ്റെ ഫിസിക്കലായിട്ട് നമ്മുടെ ബോഡിയിൽ വരുത്തുന്ന ഹാംഫുൾ എഫക്ട്സ് ആയാലും, എഡിക്ഷൻ്റെ പൊട്ടൻഷ്യൽ, എത്ര എഡിക്ഷൻ ഉണ്ടാക്കുന്നുള്ള അതിൻ്റെ കഴിവിനെ വെച്ചിട്ടും, സോഷ്യൽ ഇമ്പാക്റ്റ്, സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് വെച്ചിട്ടും അതിനെ ക്രമപ്പെടുത്തിയപ്പോൾ നമ്മൾ ഈ പറഞ്ഞ MDMA എന്ന് പറഞ്ഞ സാധനം വരുന്നത് 11ാം സ്ഥാനത്താണ്. നോട്ട് ദ പോയിൻറ്റ്, 11ാം സ്ഥാനത്ത്. അതിൻ്റെ ക്രമം നോക്കാം. അതിൻ്റെ ഓർഡറായിട്ട് വരുന്നത്, ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, യു ക്യാൻ സി ദിസ് ഈസ് ഇൻ ഗൂഗിൾ. 1, 2, 3 വെച്ചിട്ട് വരുന്നുണ്ട്. അതായത് അതിൽ വരുന്ന നമ്പർ 1 ഏറ്റവും മോസ്റ്റ് ഡേഞ്ചറസിൻ്റെ ഓർഡറിൽ വരുന്നത് ആൽക്കഹോളാണ്. നമ്പർ 1 വരുന്നത് ആൽക്കഹോൾ
കള്ള് നമ്മുടെ നാട്ടിൽ സർവ്വജനകീയമാക്കി വെച്ചിരിക്കുന്ന എല്ലാ കല്യാണങ്ങൾക്കും, എല്ലാ മരണ വീട്ടിലും, എല്ലാ ജനിച്ച ചടങ്ങിനും മരിച്ച ചടങ്ങിനും എല്ലാത്തിനും നമ്മൾ സീല് കൊടുത്ത് അംഗീകാരം കൊടുത്തിട്ട് നടത്തുന്ന ഉത്സവങ്ങൾക്കും കല്യാണത്തിനും എല്ലാത്തിനും നമ്മൾ അംഗീകാരം കൊടുത്തിരിക്കുന്ന എന്തോ പച്ചവെള്ളം പോലെ ജനങ്ങൾ കുടിക്കുന്ന ഈ ആൽക്കഹോളാണ് വേൾഡിലെ ഏറ്റവും നമ്പർ 1 ഡ്രഗ്. മനസ്സിലാക്കുക. സോ നമ്പർ 1 ഈസ് ആൽക്കഹോൾ, നമ്പർ 2 ഈസ് ഫെൻറ്റാനിൽ, ഒരു സിന്തറ്റിക് ഓപ്പിയോയിഡ് ആയിട്ടുള്ള ഫെൻറ്റാനിലാണ് നമ്പർ 2. നമ്പർ 3 ആണ് ഹെറോയിൻ. നമ്പർ 4 മെത്താ ആംഫിറ്റമൈൻ, ക്രിസ്റ്റൽ മെത്ത് എന്ന് പറയുന്ന സാധനം. നമ്പർ 5 കൊക്കെയിൻ. നമ്പർ 6 ക്രാക്ക് കൊക്കെയിൻ. നമ്പർ 7 സിന്തറ്റിക് കാനബിനോയിഡ്സ്, സ്പൈസ് K2 എന്ന് പറയുന്ന സാധനം. നമ്പർ 8 ബെൻസോ ഡിയാസെപൈൻസ്. നമ്പർ 9 പ്രിസ്ക്രിപ്ഷൻ ഒപ്പിയോയിഡ്സ്, അതായത് പവർഫുൾ ആയിട്ടുള്ള പെയിൻ കില്ലേഴ്സ്. അതിനുശേഷമാണ് കെറ്റമിൻ. അതിനുശേഷമാണ് നമ്പർ 11 ആണ് MDMA വരുന്നത്, എക്സ്റ്റസി, മോളി എന്നൊക്കെ വിളിക്കുന്നത്. ഈ ക്രിസ്റ്റലും MDMAയും അതും ഒന്നല്ല. ഇങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകൾ എനിക്കടക്കം ഉണ്ടായിരുന്നു ഇതിനെപ്പറ്റി പഠിക്കുന്നതിൻ്റെ മുന്നേ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓർഡർ. നമുക്ക് ഗൂഗിളിൽ നോക്കാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ ഓർഡർ ഇങ്ങനെയാണ് കാണുന്നത്. ഇനി നമ്മളെ പോയിൻ്റ് ഓഫ് ഡിസ്കഷനിലേക്ക് വരാം. കേരളത്തിൽ ഇപ്പം നടന്നിട്ടുള്ള ഒരു 4ഓളം ഡിഫറെൻറ്റ് കേസുകൾ. ഈ കേസുകളിലെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞാൻ കണ്ടെത്തിയിട്ടുള്ള ഒരു പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യാത്തൊരു സിറ്റുവേഷനിലാണ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഈ ബ്രൂട്ടൽ കില്ലിങ്സ് നടത്തിയിട്ടുള്ളത്. അത് അഫാൻ്റെ കേസിലാണ് നമ്പർ 1. ഞാൻ പറഞ്ഞില്ല, ആ ഒരു ബ്രൂട്ടൽ മർഡർ കണ്ടപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങിയത്. അതായത് അയാൾ കൊന്നിരിക്കുന്നത് സ്വന്തം മാതാവിനെ ആണ് കേട്ടോ. മാതാവ് മരിച്ചിട്ടില്ല, പക്ഷെ മാതാവിനെ, ഉമ്മൂമ്മയെ, അതുപോലെ സ്വന്തം ബ്രദറിനെ, ചെറിയ അനുജനെ, അതുപോലെ പിന്നെ അമ്മാവൻ്റെ ഭാര്യ, അമ്മായിയെ, അങ്ങനെ ഒരുപാട് വളരെ അടുത്ത ആൾക്കാരെ ഒരു ദയമില്ലാതെയാണ് ഈ നരാധമൻ അടിച്ചു കൊന്നിരിക്കുന്നത്. അപ്പോൾ ആ ചങ്ങാതിയുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ പോലീസിൻ്റെ FIRൽ വന്നിരിക്കുന്നത്, ഇത് കൃത്യം ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം നന്നായി ആൽക്കഹോൾ കൺസ്യൂം ചെയ്തിരുന്നു ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ മുന്നേ തന്നെ ഇയാൾ വലിയൊരു ലഹരി എഡിക്റ്റും കൂടിയാണെന്നുള്ള പല റിപ്പോർട്ട്സും ഉണ്ട്. അങ്ങനെയാണ് ഈ ഒരു കോമ്പിനേഷൻ മനുഷ്യനെ എങ്ങനെയാണ് ഒരു മൃഗമാക്കി മാറ്റുന്നത് എന്നുള്ള ഒരു സ്റ്റഡിയിലേക്ക് ഞാൻ പോയത്. അപ്പോൾ ആ സ്റ്റഡിയിൽ നിന്ന് മനസ്സിലായത്, ഈ പുതിയ ഡ്രഗായ MDMA ഒരുപാട് നെഗറ്റീവ് എഫക്ട്സ് മാത്രമുള്ള സാധനമാണ് MDMA. അതിൻ്റെ കൂടെ പരമ്പരാഗതമായിട്ട് ഇവിടെ സർക്കാർ തന്നെ പാല് പോലെ ഒഴിക്കുന്ന ഈ ആൽക്കഹോളും കൂടി മിക്സ് ആകുമ്പോൾ മനുഷ്യൻ്റെ ബ്രെയിന് ഒരു ലെവലിലേക്ക് എത്തും. ആ ലെവലിൽ തിങ്കിങ് എന്ന് പറഞ്ഞ സാധനം സീറോ ആവും. അവരുടെ ഡിസിഷൻ മേക്കിംഗ് പവർ കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ഇൻഡ്യൂഷൻ, ഹാലുസിനേഷൻ, ആ ഒരു ലെവലിലേക്ക് പോകും. അതാണ് ഞാനിപ്പോൾ ഒരു 4 കേസുകൾ ആദ്യം പറയാം, എന്നിട്ട് ഈ MDMAയുടെയും ഇതിൻ്റെയും എഫക്ട്സ് പറഞ്ഞുതരാം. അപ്പോൾ കേസുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് കേസ്, ഇപ്പോൾ ഞാനെടുത്ത ക്രോണോളജിക്കൽ ഓർഡർ വരുന്നത് അഫാൻ്റെ കേസാണ് ആദ്യം. പക്ഷേ ഞാൻ റീസെൻ്റ് നടന്ന കേസുകളാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്റ്റ് ആവും പ്രോബ്ലംസ്. അതായത് ഫസ്റ്റ് കേസ് വന്നിരിക്കുന്നത് നമ്മുടെ ഇതാണ്. ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് 2 ദിവസം മുന്നേ ട്രിവാൻഡ്രത്ത് ഒരു ബാറിൽ കുറച്ച് പേര് ഇരുന്ന് ഈ മദ്യപിക്കുന്ന സമയത്ത് എന്തോ ചെറിയ ഇഷ്യൂ ഉണ്ടാവുകയും അതിലുള്ള ഒരാൾ, ഒരു അനന്തു എന്ന് പറഞ്ഞ ഒരാൾ, അച്ചു എന്ന് പറഞ്ഞ ഒരാൾ അവൻ്റെ ബ്രദറായ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തിയിട്ട് ഇവർ രണ്ടാളും കൂടി സുമൻ എന്ന് പറയുന്ന ഒരു 38 വയസ്സുള്ളൊരു ചെറുപ്പക്കാരന്, ഈ 2 കുട്ടികൾ എന്ന് പറയാം, ഒരുത്തന് 19 ഒരുത്തന് 22 വയസ്സാണ് ഇവർക്കുള്ളത്. ഈ 2 പിള്ളേർ അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം അവർ എന്തോ ഒരു ഇൻഡ്യൂഷൻ പെട്ടെന്നുണ്ടായ ഒരു ഇതിൻ്റെ പുറത്ത് അവർ ഇയാളെ കൊന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അയാളുടെ വാരിയലിൽ ലങ്സിൽ കയറിയിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഡെപ്ത്ത്, ആ ഒരു കൊലപാതകത്തിൻ്റെ ഡെപ്ത്ത് ആ സംഭവത്തിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഉറപ്പാണ് നമ്മുടെ പോലീസ് ഇപ്പം അവർ കുറ്റം സമ്മതിക്കും, അവർക്ക് FIR ഇടും, അവരെ പിന്നെ മദ്യത്തിൻ്റെ പുറത്താണ് ചെയ്യുന്നത് എന്തൊക്കെയോ പറഞ്ഞിട്ട് ലൂപ്പ് ഹോൾസ് ഉണ്ടാവും. പക്ഷേ അതല്ല ഇവിടെ നോക്കേണ്ട കാര്യം. ഇവർ ഈ ലഹരി, ഈ കെമിക്കൽ ഡ്രഗ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ പരം മദ്യം കൂടി ചേർന്നിട്ടാണ് മനുഷ്യനല്ലാതെ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് ഇത് നടത്തിയത് എന്നുള്ള
സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ടാക്കേണ്ടതുണ്ട്. കാരണം ഈ ഈ ഈ 2-3 കേസുകൾ, ഇതുപോലത്തെ കേസുകളുണ്ട്. ഇതൊന്നാമത് പറഞ്ഞ ട്രിവാൻഡ്രത്തെ കേസ്. രണ്ടാമത് നമുക്കെടുക്കാം, കൊല്ലത്ത് ഒരു അമ്പലത്തിൽ, ക്ഷേത്രത്തിൽ നടന്ന ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഡാൻസ് കളിക്കുന്ന ചെറിയ വിഷയം, വളരെ ചെറിയ വിഷയം എന്ന് പറഞ്ഞാൽ ഡാൻസ് കളിയുമായിട്ട് ബന്ധപ്പെട്ട് തേജസ് എന്ന് പറയുന്ന 18 വയസ്സുകാരൻ പയ്യനെ, 18 വയസ്സുള്ള ഒരു മോനെ 5 ആൾക്കാർ കൂടിയിട്ട്, അതിലൊരാളായിരിക്കും ചെയ്തത്, സ്റ്റാബ് ബാക്കിൽ നിന്ന് കുത്തിയിട്ട് അവനെ, അതിൽ 2 മൈനേഴ്സും ഉണ്ട്, 2 ആൾ 18 വയസ്സിന് താഴെയുള്ള ആൾ. അതും വിഷയം എന്താണെന്ന് വെച്ചാൽ ഡാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കം. റീസൺ ഓഫ് കില്ലിങ് ഡാൻസ്. അപ്പം ഞാൻ എൻ്റെ കാര്യം പറയാം, നമുക്ക് നമ്മുടെ ബ്രെയിൻ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരാളെ നമ്മൾ ഉപദ്രവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഏത് ലെവലിലാണ്? നമ്മളിപ്പോൾ നമ്മുടെ കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ളത്, നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളത്, വളരെ എന്തെങ്കിലും ഒരു വലിയ വിഷയം ഉണ്ടെങ്കിൽ ഒരു ഉന്തും തള്ളോ ഒരു അടിയോ പിടിയോ ഉണ്ടാവും. ഈ കൊലപാതകം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ളത് പൊളിറ്റിക്കൽ മേർഡേഴ്സ്, അത് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നതാണ്, അത് വേറത്. ഇത് മനുഷ്യൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യാതെ, മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചിന്തിക്കാനുള്ള കഴിവാണ്. അപ്പോൾ യാതൊരു ചിന്തയുമില്ലാതെ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് എത്തുന്നതിൻ്റെ പിറകിൽ കെമിക്കൽ ഡ്രഗ്സ് എത്രത്തോളം ഇൻഫ്ലുവൻസ്ഡ് ആണെന്നുള്ള പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. മൂന്നാമത്തെ കേസും കൊല്ലത്ത് തന്നെ നടന്ന ഒരു ക്ഷേത്രത്തിൽ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പയ്യനെ, അവനെന്തോ എബ്യൂസായിട്ട് സംസാരിച്ചപ്പോൾ ഈ ആൾക്കാർ അവരതിനെ ചോദ്യം ചെയ്തതാണ്. അപ്പോൾ ഇതിൽ 45, 54, 40, 38 അങ്ങനെയൊക്കെ വയസ്സുള്ള ആൾക്കാരാണ് ഇതിൻ്റെ പ്രതികൾ. ഇവരൊക്കെ ആൽക്കഹോൾ യൂസ് ചെയ്തിട്ട് ചെയ്തെന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ആൽക്കഹോൾ മാത്രമാണെങ്കിൽ ഇത്രയും ഡെപ്തുള്ള ഈ ചെറിയ പയ്യനെ, അതിലൊരാൾ വലിയൊരു പല കഷ്ണം എടുത്ത് ആ തലക്കടിക്കുന്ന സൗണ്ടൊക്കെ നമുക്ക് ആ വീഡിയോയിൽ കേൾക്കാം. ഇത്രയും ബ്രൂട്ടൽ മേർഡറിലേക്ക് പോകുന്നതിൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ഡ്രഗിൻ്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ആ ആൾക്കാരുടെ ബ്ലഡ് പരിശോധിച്ചാൽ മാത്രമേ ഫോറൻസിക്കായിട്ട് വിലയിരുത്താൻ പറ്റത്തുള്ളൂ. ഇനി നാലാമത്തെ കേസ് പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂടിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ അഫാൻ്റെ കേസ്. ഇവൻ്റെ കേസ് മുതലാണ് ഞാൻ ഇതിൻ്റെ ഈ ഒരു ബ്രൂട്ടൽ മേർഡേഴ്സുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സിസ്റ്റത്തിലേക്ക് ചെക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഇവൻ്റെ കേസിലാണ് കംപ്ലീറ്റ് ഹാലുസിനേഷൻ വർക്കായി എന്ന് പറയേണ്ടി വരും. കാരണം ഇവന് ഒരുപാട് കടങ്ങളും ഒരുപാട് പ്രോബ്ലംസും ഓൾറെഡി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ലൈഫിൽ ഓരോ ദിവസവും എങ്ങനെ തള്ളി നീക്കാൻ ചിന്തിക്കുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരാൾ ഡ്രഗ് യൂസ് പ്ലസ് ആൽക്കഹോളും കൂടി ആയപ്പോൾ ഒരു സ്റ്റേജിലെത്തി അയാൾ ചിന്തിക്കുന്നത് ഇവരെയൊക്കെ ഞാൻ കൊന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പ്രോബ്ലംസ് എല്ലാം തീർന്നു എന്നാണ്. ഈ കടങ്ങളും കാര്യങ്ങളൊക്കെ തീരുന്നുള്ളൊരു ഒരു ഇല്ലാത്തൊരു ചിന്താഗതിയിലേക്ക് അയാൾ എത്തിപ്പെടുകയാണ്. ആ ഒരു സ്റ്റേജിലേക്ക് അയാളെ ഈ കെമിക്കൽ ഡ്രഗ് പ്ലസ് ആൽക്കഹോൾ യൂസ് കൊണ്ട് അയാൾ ആ ഒരു സ്റ്റേജിലേക്ക് ആയി മാറുകയാണ്. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഡ്രഗ് എങ്ങനെ എഫക്റ്റ് ആവുന്നു, ഈ ഡ്രഗ് എങ്ങനെയാണ് എഫക്റ്റ് ആവുന്നത്. ഈ അഫാൻ്റെ കേസിൽ നമുക്കറിയാം, അഫാന് 6ഓളം പേരെയാണ് മേർഡറിന് ചെയ്തത്. ഒന്ന് അവൻ്റെ ഏറ്റവും അടുത്ത രക്തബന്ധമായ ബ്രദറിനെ, 13 വയസ്സുള്ളത്, പിന്നെ അദ്ദേഹത്തിൻ്റെ ലവർ, പിന്നെ ഈ പറഞ്ഞ പോലെ അങ്കിള്, പിന്നെ അങ്കിളിൻ്റെ വൈഫ്, സ്വന്തം പ്രസവിച്ച മാതാവ്, അതുപോലെ ഫാദറിൻ്റെ അമ്മ, ഇവരൊക്കെയാണ് ഇയാൾ ഈ അടിച്ച് കൊല്ലാനായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ചെയ്യുന്ന ആൾക്ക് ബ്രെയിൻ വർക്ക് എന്ന് പറഞ്ഞാൽ 0, തിങ്കിങ് കപ്പാസിറ്റി 0. ആ നിലയിലേക്ക് ഈ കെമിക്കൽ യൂസ് അവരെ എത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എഫക്റ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ആൽക്കഹോൾ എഫക്റ്റ്. ആൽക്കഹോൾ നമുക്കറിയാം, ഇറ്റ്സ് എ ന്യൂറോടോക്സിൻ. നമ്മളെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്ന ഒരു തരത്തിലുള്ള ബ്ലാക്ക് ഔട്ട് ഉണ്ടാക്കും. നമ്മളെ ബ്രെയിനിനെ നമ്മൾ എല്ലാ പ്രോബ്ലംസും തീർന്നു നോക്കി നമ്മൾ റിലാക്സ് ആക്കുന്ന ഒരു സ്റ്റേജിലേക്കാണ് ആൽക്കഹോളിൻ്റെ പ്രവർത്തനം. ടെക്നിക്കലി പറയുകയാണെങ്കിൽ ആൽക്കഹോൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ സെറിബെല്ലം
അതുപോലെ ഹിപ്പോ ക്യാമ്പസ്, അതുപോലെ ഫ്രണ്ടൽ ലോബിലൊക്കെ നമുക്ക് ഒരു തരത്തിലുള്ള സൂത്തിങ് എഫക്റ്റ്, ഒരു നല്ല സ്മൂത്തായിട്ടുള്ള പാട്ട് കേൾക്കുന്ന ഒരു എഫക്റ്റിലേക്ക് തന്നുകൊണ്ട് നമ്മളെ ഈ പ്രോബ്ലംസൊക്കെ തീർന്നു എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എഫക്റ്റാണ് ആൽക്കഹോൾ. ഓക്കെ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സാധനമാണ് ഞാനീ പറഞ്ഞ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത MDMA അഥവാ മെത്തിലിൻ ഡയോക്സി മെത്ത ആംഫിറ്റമിൻ. ഈ സാധനം അറിയപ്പെടുന്ന പേരുകൾ, ഇതിൻ്റെ മാർക്കറ്റിലുള്ള ഇതിൻ്റെ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു പോപ്പുലാരിറ്റി അല്ലെങ്കിൽ കുപ്രസിദ്ധി എന്ന് പറയുന്നത് ഇതിൻ്റെ പേരുകളാണ്. 27ഓളം പേരുകളിലാണ് ഈ സാധനം അറിയപ്പെടുന്നത്. 27 ഡിഫറെൻറ്റ് നെയിംസ്. ലൈക്ക് ഇതിനെ വിളിക്കുന്ന പേരുകൾ, നമ്മുടെ നാട്ടിൽ വിളിക്കുന്ന പേരുകൾ: നമ്പർ 1 ഇറ്റ്സ് കോൾഡ് എക്സ്റ്റസി, നമ്പർ 2 ഇറ്റ്സ് കോൾഡ് മോളി, ക്രിസ്റ്റൽ, നമ്പർ 3, നമ്പർ 4 റൺ, 5 സെറ്റ്, പിന്നെ ഒരു പേര്, 6ാമത്തെ പേര് റഷ് എന്നൊരു പേരുണ്ട്, 7ാമത്തെ പേര് റോക്ക് എന്നൊരു പേരുണ്ട്. അതുപോലെ തന്നെ വിളിക്കുന്നത് യുഫോറിയാസ് എന്ന് പറയുന്നുണ്ട്. യൂഫോറിയ ക്രിയേറ്റ് ചെയ്ത്, ഒരു സഡൻ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് യുഫോറിയ എന്ന് വിളിക്കുന്നുണ്ട്. 9ാമത്തെ പേര് ക്ലോസ് എന്നാണ്. ക്ലോസ്, വളരെ അടുത്ത ബന്ധം തോന്നിക്കുന്നത് കൊണ്ട് ക്ലോസ് എന്ന് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 10ാമത്തെ ഒരു പേര് കളർ എന്ന് വിളിക്കുന്നുണ്ട്. 11ാമത്തതിന് പേര് പാർട്ടി. അതുപോലെ 12ാമത് മൂഡ്, മാൻഡി, ഓരോ പേരുകളാണ് ഇതിൻ്റെ. മാൻഡി, അതുപോലെ XTZ എന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ വെറും എന്നൊരു കോഡുണ്ട്. ആഡം, അതുപോലെ നോൺ സ്റ്റോപ്പ്, എഡ്രോ. 19ാമത്തെ ബീൻസ്. അതുപോലെ 20ാമത്തെ പേരാണ് ബ്ലൂ സൂപ്പർമാൻ. അതുപോലെ ചോക്ലേറ്റ് ചിപ്സ് എന്ന് വിളിക്കുന്നുണ്ട്. ക്ലാരിറ്റി എന്നൊരു പേരുണ്ട്. 23ാമത്തെ പേരാണ് ഹാപ്പി പിൽ. 24ാമത് സ്കൂബി സ്നാക്ക് എന്ന് വിളിക്കുന്നുണ്ട്. സ്കൂബി സ്നാക്ക് എന്തൊക്കെയാവും. 25 സ്കിറ്റിൽ ഒരു പേരുണ്ട്. ഡാൻസിങ് ഷൂസ്, പാർട്ടി വൈബ് കൊടുക്കുന്നുണ്ടായിരിക്കും. ഡാൻസിങ് ഷൂസ് എന്നൊരു പേരുണ്ട്. വിറ്റമിൻ E. അങ്ങനെ 27 പേരുകളിലാണ് ഈ സാത്താൻ്റെ ഡ്രഗ് അറിയപ്പെടുന്നത്. അതുപോലെ നമ്മളതിൻ്റെ പ്രവർത്തന രീതി നോക്കുകയാണെങ്കിൽ ഇതൊരു ന്യൂറോ ട്രാൻസ്മിറ്ററിലാണ് ഇതിൻ്റെ എഫക്റ്റ് പോകുന്നത്. നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനെ പെട്ടെന്ന് തന്നെ എഫക്റ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ സെറാട്ടോണിൻ, അതുപോലെ ഹാപ്പി ഹോർമോണായിട്ടുള്ള ഡോപ്പമിൻ, സെറാട്ടോണിൻ, ഈ സാധനം രണ്ടിനും കൂടുതൽ പ്രൊഡക്ഷൻ നമ്മൾ ബ്രെയിനിൽ നിന്ന് ഉണ്ടാക്കി നോർമലായിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ ഹാപ്പിനെസ് ഉള്ള മൊമെൻറ്റ്സിൽ, അതുപോലെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സിലൊക്കെ ഉണ്ടാകുന്ന ഈ സാധനം, ഈവൻ നമ്മുടെ മൊബൈൽ നോക്കി നമ്മൾ എന്തെങ്കിലും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് കാണുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന ഈ സാധനം, ഈ കെമിക്കൽ ഡ്രഗ് ആർട്ടിഫിഷ്യലി ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കും നമ്മളെ ബ്രെയിനിനെ കൊണ്ട്. അങ്ങനെ നമുക്കൊരു സഡൻ യൂഫോറിയ, റഷ് ഉണ്ടാക്കിയെടുക്കും. അതുകൊണ്ടാണ് ഇതിനെ റഷ് എന്നല്ലെങ്കിൽ യൂഫോറിയ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം ഇങ്ങനെയാണ്. നമ്മുടെ ബ്രെയിനിന് പെട്ടെന്ന് സന്തോഷം കൊടുക്കും. അതൊരു എത്ര മണിക്കൂറാണെന്ന് വെച്ചാൽ അത് ആൾക്കാർ യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി പോലെ എത്ര മണിക്കൂറുകൾ നീണ്ടു നിൽക്കും. ഇതിൻ്റെ സൈഡ് എഫക്ട്സിനെ പറ്റി പഠിക്കുകയാണെങ്കിലാണ് നമുക്ക് കറക്റ്റ് മനസ്സിലാവും ഇതെന്താണ്, ഇതിന് മനുഷ്യനെ എങ്ങനെയാണ് കൊലയാളിയാക്കി മാറ്റുന്നത് എന്നുള്ളത് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് പഠിച്ചതിനാണ് മനസ്സിലാകുന്നത്. സൈഡ് എഫക്ട്സിൽ വരുന്നത് ഹൈപ്പർ തെർമിയ, ബോഡി ഓവറായിട്ട് ചൂടാകുക. ഡീഹൈഡ്രേഷൻ, ബോഡിയിലെ വെള്ളം, ജലാംശം ഈ സാധനം കെമിക്കൽ വറ്റിച്ചെടുക്കും. കാർഡിയോ വാസ്കുലർ, അതായത് നമ്മുടെ ഹാർട്ടിനെയും ബ്രീത്തിങ് സിസ്റ്റത്തെയും ഫാസ്റ്റാക്കും. ഇത് ഫാസ്റ്റായി കൂടുതൽ ഡോസാണെങ്കിൽ അത് ഫെയിലിയറിൽ വരെ എത്തും. പിന്നെ നമുക്കില്ലാത്ത ആങ്സൈറ്റി ഉണ്ടെന്ന് തോന്നിപ്പിക്കുക. ഡിപ്രഷൻ. ഇനി ഞാനിതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലോസിലേക്ക് പോകുന്നത് ഹാലുസിനേഷൻ. ഈ ഹാലുസിനേഷൻ കൊണ്ടാണ് ഈ സാധനം ഉപയോഗിക്കുന്ന ആൾക്കാർ കൊലയാളികളായി മാറുന്നത്. ഹാലുസിനേഷൻ ഏത് തരത്തിലേക്ക് പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിയറിങ്, നമ്മൾ കേൾക്കാത്തത് കേട്ടു എന്ന് തോന്നും. അതായത് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ നമ്മളെപ്പറ്റി അപവാദം പറഞ്ഞു എന്ന് നമുക്ക് തോന്നും. മനസ്സിലായോ? ഇത് പണ്ട് ആൾക്കാർ പറയുന്നേക്കാ സലീം കുമാറിൻ്റെ
നമ്മുടെ ദിലീപിൻ്റെ സിനിമയിലൊക്കെ കാണാം ഈ കഞ്ചാവ് വലിച്ചിട്ട് അറിയാത്ത ഇംഗ്ലീഷ് പറയുന്നത്. അപ്പോൾ കഞ്ചാവിനൊക്കെ അതിൻ്റേതായ സൈഡ് എഫക്ട്സിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അതൊരു പരിധി കഴിഞ്ഞാൽ മനുഷ്യനെ ഉറക്കുക ചെയ്യുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് വളരെ ഡേഞ്ചറസ് ഡ്രഗാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ പറയാത്തതോ അല്ലെങ്കിൽ ഇതുവരെ കേൾക്കാത്തതോ കേട്ടെന്ന് തോന്നും സൗണ്ടുകൾ, ദ എക്സ്ട്രീം വേർഷൻ ഓഫ് ഹാലുസിനേഷൻ. അതുപോലെ കാണാത്തത് കാണും, അത് ഇല്ലാത്തത് നമ്മുടെ മുമ്പിലില്ലാത്തത് അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ, നമ്മൾ പോകാത്ത സ്ഥലങ്ങളിൽ പോയെന്നും കാണാത്തത് കണ്ടെന്നും നമുക്ക് തോന്നും. ഗിവിങ്, നമ്മളൊരാൾക്ക് കൊടുക്കാനുള്ളത് കൊടുത്തെന്ന് തോന്നും, നമ്മൾക്ക് കിട്ടാനുള്ളത് കിട്ടിയെന്ന് തോന്നും. ഇതൊക്കെ ഏത് എക്സ്ട്രീം ലെവലാണെന്ന് ചിന്തിച്ച് നോക്കണം. അതായത് നമ്മളൊരാൾക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ ഈ സാധനം ഉപയോഗിച്ചാൽ നമുക്ക് തോന്നുന്നു നമ്മളത് കൊടുത്തു കഴിഞ്ഞു, പിന്നെ അടിയും കൊലപാതകം ഉണ്ടാകാൻ എവിടെയെങ്കിലും പോകണം. അതുപോലെ തന്നെയാണ് ഗിവിങ്. നമ്മൾ പറഞ്ഞു ഗിവിങ് ടേക്ക്, അതായത് നമ്മൾ എന്തെങ്കിലും സാധനം എടുക്കാനുണ്ടെങ്കിൽ അത് എടുത്തെന്ന് തോന്നിപ്പിക്കും. ഓൾ കൈൻഡ് ഓഫ് ഹാലുസിനേഷൻസ് മാത്രമാണ്. ആങ്കർ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. മനുഷ്യനെ ചിന്തയില്ലാതെ കൊലയാളിയായി മാറ്റുന്ന ഏറ്റവും വലിയ വികാരമാണ് കോപം, ദേഷ്യം. അത് ഒരാവശ്യവുമില്ലാതെ നമ്മൾക്ക് ആൾക്കാരോട് ദേഷ്യം തോന്നുക, സൊസൈറ്റിയോട് ദേഷ്യം തോന്നുക, ചുറ്റിലുള്ള ആൾക്കാരോട്, നമ്മുടെ അടുത്ത ആൾക്കാരോട്, ഫാമിലിയോട്, റിലേറ്റീവ്സിനോട്, ഫ്രണ്ട്സിനോട്, പരിചയമില്ലാത്ത ആൾക്കാരോട്, എല്ലാവരോടും പെട്ടെന്ന് തന്നെ സ്വിച്ചിട്ടാൽ ലൈറ്റ് കത്തുന്ന പോലെ ദേഷ്യം തോന്നുക, ആൾക്കാരെ കൊല്ലാൻ തോന്നുക, സ്വയം മരിക്കാൻ തോന്നുക. ഇതൊക്കെയാണ് ഈ കെമിക്കൽ ഡ്രഗിൻ്റെ സൈഡ് എഫക്ട്സ്. ഡൗട്ട്, വേറൊരു കില്ലർ വെർഷനാണ് ഡൗട്ട്. ഇല്ലാത്ത ഡൗട്ട് തോന്നുക. നേരത്തെ പറഞ്ഞ പോലെ അവിടെ ആൾക്കാർ പറയാത്തത് നമ്മൾ കേട്ടെന്ന് തോന്നുക, ആൾക്കാർ ചെയ്യാത്തത് ചെയ്തെന്ന് തോന്നുക. അപ്പോൾ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതായത് നമ്മളിങ്ങനെ ഓരോന്ന് ചിന്തിച്ചെടുക്കുകയാണ്. നമ്മൾ കിനാവ് കണ്ടിട്ട് ആ കിനാവ് യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ പറയില്ലേ, പിന്നെ ഇല്ലാത്ത ഒന്നിനെ ഉണ്ടെന്ന് തോന്നിപ്പിച്ചെടുക്കുക. ഉൽപ്രേക്ഷ, അവരാണ് സാധനം. ഉപമയല്ല, ഒന്നിനോട് ഉപമിച്ചാൽ അത് ഉപമയായി. ഇവിടെ ഉപമയല്ല സാധനം, ഉത്പ്രേക്ഷ. അലങ്കാരികമായി നമുക്ക് തോന്നുകയാണ്. പിന്നെ ചില ആളുകൾ നമ്മളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അവരുടെ വീടിന് തീയിട്ടേക്കാം. കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശരിക്കും എനിക്ക് മെൻ്റലാണ്. പക്ഷേ ഈ സാധനത്തെ പറ്റിയുള്ള ഒരു സ്റ്റഡി ഡീറ്റെയിൽ ആയിട്ട് നടത്തിയപ്പോഴാണ് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായതും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ നടത്താമെന്ന് വിചാരിച്ചത്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ ബ്രൂട്ടൽ കില്ലിങ്സ്. ഐ റിപ്പീറ്റ് അഗെയിൻ, ദ ബ്രൂട്ടൽ കില്ലിങ്സ് വിത്തൗട്ട് എനി റീസൺ. ദിസ് ഈസ് ഡൺ ബൈ the chemical drug plus alcohol combination, the deadly effect. പിന്നെ ബാക്കിയുള്ള ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫാമിലി, ഫ്രണ്ട്സ്, സൊസൈറ്റി എല്ലാത്തിനോടും വെറുപ്പ് തോന്നുക, എല്ലാവരെയും ആക്രമിക്കാനുള്ള പ്രവണത. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ഈ കെമിക്കൽ ഡ്രഗായ മെത്തിലിൻ ഡയോക്സി മെത്ത ആംഫിറ്റമിൻ MDMAയുടെ എഫക്ട്സാണ്. ഇതിൻ്റെ കൂടെ എങ്ങനെയാണ് നമ്മുടെ ആൽക്കഹോൾ എഫക്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം സ്ഥിരമായി ഉപയോഗിക്കുന്ന ആൾക്കാരിൽ, ഈ ആംഫിറ്റമിൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ ഒരു ഡ്രൈ ഔട്ട്, അവരുടെ ബോഡി ഇതില്ലാതെ ബോഡിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു എക്സോഷൻ ഉണ്ടാവും. അവർ ഈ സാധനം ഉപയോഗിച്ച് അവരുടെ ബ്രെയിനിൻ്റെ തിങ്കിങ് കപ്പാസിറ്റി കുറഞ്ഞു വരും. ഇവർ ഈ ഒരു ലൂപ്പിൽ പെട്ടിരിക്കുമ്പോഴായിരിക്കും ഇവരുടെ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ഡിസാസ്റ്റർ തുടങ്ങുന്നത്. ഇതിൻ്റെ കൂടെ ആൽക്കഹോൾ കൂടി ആഡ് ആകുക എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പോകും. അപ്പോഴാണ് ഈ പറഞ്ഞ കൊലപാതകങ്ങളൊക്കെ നടക്കുന്നത്. അതായത് ഓൾറെഡി ഇവർ പിടുത്തം വിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ കൂടെ ഈ ആൽക്കഹോൾ ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, ഈ ഡോപ്പമിൻ അല്ലെങ്കിൽ സെറാട്ടോണിൻ്റെ റിലീസിനെ കൺട്രോൾ ചെയ്യാണ് ആൽക്കഹോൾ ചെയ്യുന്നത്. മനസ്സിലായോ? കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നല്ല പ്രോസസ്സല്ല. ഓൾറെഡി ഇവരെ ബ്രെയിനിൽ ഈ കെമിക്കൽ ഉപയോഗിച്ചിട്ട് ഓൾമോസ്റ്റ് അവരുടെ എക്സ്ഹോസ്റ്റ് ആവുന്ന രീതിയിൽ ഈ റിലീസ് ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ റിലീസിനെ സ്ലോ ഡൗൺ ചെയ്യാണ്. ആൽക്കഹോൾ അതിലേക്ക് ആഡ് ആകുമ്പോൾ ഇവർക്ക് ഉണ്ടാകുന്ന ഈ യൂഫോറിയയുടെ എഫക്റ്റിനെ ലോങ് ലാസ്റ്റ് ആകുകയാണ്. അപ്പോൾ ഒരു ബ്രെയിൻ ഓൾറെഡി വർക്ക് ചെയ്യുന്നില്ല,
അതിൻ്റെ കൂടെ ആൽക്കഹോളും കൂടി ചെല്ലുമ്പോൾ ഈ വർക്ക് ചെയ്യാത്ത അവസ്ഥയെ സന്തുലിതമായി നിയന്ത്രിക്കുകയാണ്. കൺട്രോൾഡ് റിലീസ് എന്ന് പറയും. ചില ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ടാബ്ലറ്റ്സൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കാണാം. കൺട്രോൾഡ് റിലീസ്, അതായത് മെല്ലെ സാവധാനം ആ ബോഡിയിൽ അതിൻ്റെ ചേഞ്ച് വരുത്തേണ്ടിയിട്ട് സയൻറ്റിഫിക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഇവന്മാർ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഈ കെമിക്കൽ ഡ്രഗിൻ്റെ കൂടെ ആൽക്കഹോളും കൂടി ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റാണ് ബ്രെയിനിലുള്ള സെറാട്ടോണിൻ ഡോപ്പമിൻ്റെ റിലീസ് കൺട്രോൾഡായിട്ട് റിലീസാക്കണം. അപ്പോൾ ഈ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ ഇന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇന്ന് ഒരു ദിവസം 2 ദിവസം ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് 5 ദിവസത്തേക്കോ 10 ദിവസത്തേക്കോ ആക്കണമെങ്കിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് 1 ദിവസമോ 2 ദിവസമോ കഴിഞ്ഞാൽ 1-2 ലിറ്റർ മദ്യം ആൽക്കഹോൾ അകത്താക്കിയാൽ മതിയാകും. ഇതാണ് ഈ സയൻറ്റിഫിക് സ്റ്റഡിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യം. ഇതിൽ പല റിസർച്ചും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതുകൊണ്ട് ഡിപ്പെൻസ് ഓൺ പീപ്പിൾ എന്നാണ് പറയുന്നത്. അതായത് പല ആൾക്കാരുടെയും ഈ ആൽക്കഹോളിനെയും MDയെയും റെസിസ്റ്റ് ചെയ്യാനുള്ള അവരുടെ ബോഡിയുടെ കപ്പാസിറ്റി അനുസരിച്ച് തോത് ഏറിയും കുറഞ്ഞും ഇരിക്കാം. പക്ഷേ ഇൻ ജനറൽ വി ക്യാൻ സേ ഈ 2 സാധനങ്ങളും കൂടി ഉപയോഗിച്ചിട്ടുള്ള ഈ റിസൾട്ടായിട്ടാണ് ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഈ ബ്രൂട്ടൽ മേഡേഴ്സിൻ്റെ പിന്നാമ്പുറ കഥകളിലേക്ക് നമ്മൾ പോയാൽ നമ്മൾ എത്താൻ പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഞാനിതിന് ഏറ്റവും ഷോർട്ടായിട്ട് പറഞ്ഞതാണ്. വീഡിയോ വളരെ ലെങ്തി വീഡിയോ ആകുന്നതുകൊണ്ട് ഞാനിത് ഏറ്റവും ഷോർട്ടായിട്ട് പറഞ്ഞതാണ്. ഇതിൻ്റെ ഈ സ്റ്റഡിയിൽ നിന്ന് ഞാൻ ജസ്റ്റ് പോയിൻ്റ് ചെയ്ത് നോട്ട്സ് വെച്ചിട്ട് ഈ ആൽക്കഹോളോ MDMA ആണോ അല്ലെങ്കിൽ കെമിക്കൽ ഡ്രഗ്സ് ആണോ ഈ ആൽക്കഹോളാണോ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് എന്നുള്ള ഡിബേറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അത് ആൽക്കഹോളാണെന്ന് വിവിധ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ആ പഠനങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ മുന്നേ ഈ ഡേഞ്ചേഴ്സ് ഓഫ് മിക്സിങ്, ഈ സാധനങ്ങൾ മിക്സ് ചെയ്താലുള്ള ഡേഞ്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഡേഞ്ചേഴ്സായിട്ട് ഇവർ പറയുന്നത് ബ്ലഡ് പ്രഷർ വിൽ ഷൂട്ട് അപ്പ്. ഈ ഡിഫറെൻറ്റ് ഡ്രഗ്സ് മിക്സ് ചെയ്യുന്നതിലൂടെ ഫസ്റ്റ് ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന പ്രോബ്ലം ദ ബ്ലഡ് പ്രഷർ വിൽ ഷൂട്ട് അപ്പ്, ദ ഹാർട്ട് റേറ്റ് വിൽ ഗോ അപ്പ്, ടെമ്പറേച്ചർ ദ ബോഡി ടെമ്പറേച്ചർ വിൽ ബി ഗോ ഹൈ. ഈ 3 റിസൾട്ടിൻ്റെയും ഭാഗമായിട്ടാണ് ഇറ്റ് ക്യാൻ കോസ് ടു ഡെത്ത് ഈവൻ. പിന്നെ നേരത്തെ പറഞ്ഞ ഡോപ്പമിൻ റിലീസ് വിൽ ബി ഹൈ ആൻഡ് കൺട്രോൾ ഫോർ ലോങ് ടൈം. സെറാട്ടോണിൻ റിലീസ്ഡ് മിക്സ്ഡ് അഡ്വേഴ്സ് മൾട്ടി കീ നാട്ടുള്ളി എഫക്റ്റ് വരെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് തിങ്കിങ് കപ്പാസിറ്റി വിൽ ബി കമ്മിങ് ടു ലോ, ദ അവെയർനെസ് ഓഫ് ദ പേഴ്സൺ വിൽ ബി ഗോൺ. ചിന്താശേഷിയും ഉളുപ്പും നഷ്ടപ്പെടുന്ന അർത്ഥം ചുരുക്കി പറയാൻ വെച്ചാൽ. ഇൻക്രീസ്ഡ് ബ്ലഡ് പ്രഷർ, ഇൻക്രീസ്ഡ് heart rate, changes in the heart rhythm, increased level of depression, increased level of confusion, increased seizures in the body, mental instability, hallucination. നേരത്തെ പറഞ്ഞ എല്ലാ ഇതിൻ്റെയും ഷോർട്ടാക്കിയിട്ടുള്ള പോയിൻറ്റ്സാണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ ഇതിൻ്റെ എല്ലാ നെഗറ്റീവ് എഫക്ട്സും ഡിസ്കസ് ചെയ്തു. പിന്നെ ഈ ഉണ്ടായ 4 കൊലപാതകങ്ങളുടെയും പിന്നാമ്പുറ കഥകൾ അത് FIR ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ പറഞ്ഞ കേസുകളിലെല്ലാം ഇത് ഇൻവോൾവ് ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ അത്രയും ശക്തമായി ഡൗട്ട് ചെയ്യാനുള്ള കാരണം, ഇൻഫോം ചെയ്ത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രൂട്ടാലിറ്റി ഇൻ ദ കില്ലിംഗ് ആണ്. അതായത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തിങ്കിങ് കപ്പാസിറ്റിയെ ഉപയോഗിക്കാതെ നടന്ന കൊലപാതകങ്ങൾ കേരളത്തിൽ ഇതിൻ്റെ മുന്നേ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇറ്റ് വാസ് വെരി റെയർ ആൻഡ് ദ കോസ് ഓഫ് ഡെത്ത് വാസ് ക്ലിയർ. അതായത് മുൻപേ കരുതി വച്ചിരിക്കുന്ന പക, അല്ലെങ്കിൽ കുടുംബ വഴക്കുകൾ, അല്ലെങ്കിൽ അതിർത്തി പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് നോർമലി നമ്മൾ കണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ. ഇതുപോലെ ചുറ്റും ചെറിയ വിഷയങ്ങൾക്ക് ഒരു വഴി നടന്നു പോകുമ്പോൾ തോള് തട്ടിപ്പോകുന്നതിന് കൊലപാതകം നടത്തുക, അല്ലെങ്കിൽ കടം കയറിയതുകൊണ്ട് എല്ലാവരെയും കൊന്നിട്ട് അവരെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ കടം തീർന്നുള്ള ഹാലുസിനേഷൻ ലെവലിലേക്ക് ചിന്ത പോവുക. മുമ്പ് ഒരാൾ ഡാൻസ് കളിക്കുമ്പോൾ അവനെ കൊന്നേക്കുക. അതുപോലെ ആൾക്കാർ ഇരിക്കുമ്പോൾ അവരെ മുന്നിലൂടെ നടന്നു പോയതിന് കൊന്നേക്കുക. ഈ ഒരു ലെവലിലേക്ക് പോകുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് കെമിക്കൽ ഡ്രഗ് യൂസ് ഇൻക്രീസ് ഇൻ ദ സൊസൈറ്റിയാണ്, ഷുവർ കേസാണ്. അപ്പോൾ നമ്മൾ MDMA ഡിഫറെൻറ്റ് നെയിംസ് ഡിസ്കസ് ചെയ്തു.
അതുപോലെ സൈഡ് എഫക്ട്സ് ഓഫ് ദിസ് കെമിക്കൽ ഡ്രഗ് യൂസ് ചെയ്തു പറഞ്ഞു. പിന്നെ ആൽക്കഹോൾ സൈഡ് എഫക്ട്സ് പറഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ആൽക്കഹോൾ ആണോ നമ്പർ 1 ഡ്രഗ് എന്നുള്ള ക്വസ്റ്റ്യനുള്ള ആൻസറാണ് പറയേണ്ടത്. അത് ഈ പറഞ്ഞ പോലെ ഞാൻ അതിൻ്റെ ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അത് ഇപ്പം പറഞ്ഞുതരാം. നിങ്ങൾ ആർക്കും ഗൂഗിളിൽ പോയിട്ട് അല്ലെങ്കിൽ ചാത്തപ്പനിൽ പോയിട്ട് ചാറ്റ് GPT പോയിട്ട് അടിച്ചു കൊടുത്താൽ മതി വേൾഡ് ഡേഞ്ചറസ് ഡ്രഗ്സ് ഇൻ ഓർഡർ. അതായത് അതിൻ്റെ ഓർഡർ പ്രകാരം ലോകത്തിലുള്ള ഏറ്റവും മാരകമായ ഡ്രഗുകൾ എന്ന് അടിച്ചാൽ നമ്പർ 1 വരുന്നത് ആൽക്കഹോളാണ്. നമ്മൾ നാട്ടിലെ എല്ലാ സൽക്കാരത്തിനും, എല്ലാ മരണ വീടുകളിലും, എല്ലാ വീട്ടിക്കൂടലിനും, എല്ലാ മരണ വീടുകളിലും എല്ലാം എന്ന് ഞാൻ പറയുന്നത് ബഹുഭൂരിഭാഗവും ആൾക്കാർ ഇപ്പോൾ എന്തോ ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഡ്രഗ് ആക്കിയിട്ട്, കാരണം സർക്കാർ ഗവൺമെൻറ്റാണ് ഇത് സപ്ലൈ ചെയ്യുന്നത്. നമ്പർ 1 റീസൺ അതാണ്. അവരവരുടെ ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഈ കള്ള് സപ്ലൈ ചെയ്യുന്ന ഗവൺമെൻറ് തന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കെമിക്കൽ ഡ്രഗും സപ്ലൈ ചെയ്യും. കാരണം ഇത് ഏറ്റവും വലിയ വിനാശകരമായ സാധനം ഈ ആൽക്കഹോളാണെന്നറിയാം. എന്നിട്ടും ഇത് നിർത്തിക്കാനോ അല്ലെങ്കിൽ ഇതിന് എതിരെയുള്ള ഒരു ക്യാമ്പയിൻ, അവയർനെസ് ക്യാമ്പയിൻ നടത്താനോ ഇവിടുത്തെ സോ കോൾഡ് സൊസൈറ്റിയോ സിസ്റ്റമോ ഗവൺമെൻറ്റോ തയ്യാറാവുന്നില്ല എന്നാണ് ഏറ്റവും ഖേദകരമായ കാര്യം. അപ്പം ഈ സ്റ്റഡികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 2010 സ്റ്റഡി പബ്ലിഷ്ഡ് ഇൻ ദ ലാങ്കറ്റ് റാങ്ക്ഡ് ഔട്ട് ഓഫ് 20 ടെസ്റ്റഡ് ഡ്രഗ്സ് ഔട്ട് ഓഫ് 100ൽ 72% പറഞ്ഞിട്ടുള്ള ലാങ്കറ്റ് റാങ്ക്ഡ് സ്റ്റഡിയിൽ വന്നിട്ടുള്ളത് ആൽക്കഹോളാണ്. അതുപോലെ 2-3 സ്റ്റഡികൾ ഇവിടെ പറയുന്നുണ്ട്. ഹൈ മൊറാലിറ്റി റേറ്റ് ടെസ്റ്റ് സ്റ്റഡി 2010 നടന്നിട്ടില്ല, അതിലും പറയുന്നത് ആൽക്കഹോൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഗൂഗിളിലോ ഇതിലോ ചെക്ക് ചെയ്താൽ അതിൽ വരുന്ന ആൻസർ ബേസ്ഡ് ഓൺ എക്സ്പേർട്ട് അനാലിസിസ്, സയൻറ്റിഫിക് സ്റ്റഡീസ് ആൻഡ് എഡിക്ഷൻ ഡാറ്റ, ആൽക്കഹോൾ ഈസ് ജനറലി കൺസിഡേഴ്സ് മോർ ഡേഞ്ചറസ് ആൻഡ് ഹാംഫുൾ ദാൻ MDMA, ecstasy, particularly when considering overall harm to both the individual user and society. While MDMA is illegal and associated with significant acute risk, alcohol, widespread legal status, high addiction potential and chronic health effect make more harmful overall. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെമിക്കൽ ഡ്രഗുകൾ കെമിക്കലായിട്ടുള്ള ബ്രെയിനിൻ്റെ വർക്കിനെ ബാധിക്കുന്നുണ്ടെങ്കിലും ഇത് ഏറ്റവും അവൈലബിലിറ്റി ഈസി ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ ശരീരഭാഗങ്ങളെ ബാധിക്കുന്നതും ആൽക്കഹോളാണെന്നുള്ളത് വളരെ പല സ്റ്റഡികളിൽ നിന്നും പറഞ്ഞിട്ടുണ്ട്. അതിവിടെ പറയുന്നത് ഹൈ സോഷ്യൽ ആൻഡ് പേഴ്സണൽ ഡാമേജ്. എ 2010 സ്റ്റഡി പബ്ലിഷ്ഡ് ഇൻ ദ ലാങ്കറ്റ് റാങ്ക്ഡ് ആൽക്കഹോൾ ആസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ഡ്രഗ് out of 20 drugs tested, scoring 72 out of 100, followed by heroin and crack and cocaine. High mortality rate. Alcohol is the leading cause of preventable death globally, resulting far or more fatalities. So, this video is for educational purpose. ഈ വീഡിയോയുടെ പരിപൂർണമായ ലക്ഷ്യം ഇങ്ങനെയുള്ള ഒരു വിപത്ത് നമ്മുടെ സൊസൈറ്റിയിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. നമ്മളറിയുന്ന ഈ ആൽക്കഹോൾ യൂസ് മാത്രമല്ല, ആൽക്കഹോൾ കൊണ്ടാണ് 90% പ്രോബ്ലംസ് ഉണ്ടാകുന്നതെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മളറിയാതെ ഈ കെമിക്കൽ യൂസ് ചെയ്യുന്ന പിള്ളേരും അമ്മാവന്മാരും എല്ലാം ആൽക്കഹോളും കൂടി മിക്സായി മൃഗങ്ങളെ നമുക്ക് പറയാൻ പറ്റില്ല, അതിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിയേ ഉള്ളൂ എന്ന് പറയാം. ചിന്താശേഷിയുള്ള മാനുഷികമായി പ്രവർത്തിക്കേണ്ട മനുഷ്യൻ ഏറ്റവും താണ ലെവലിലേക്ക് പോയിക്കൊണ്ട് ഒരാളും ലോകത്തുള്ള ഒരു ജീവിയും ചെയ്യാൻ അറപ്പുളവാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് എത്തിപ്പെട്ടുകൊണ്ട് പ്രോഗ്രസീവായിട്ടുള്ള ഡെവലപ്പിംഗ് ആയിട്ടുള്ള നമ്മുടെ സൊസൈറ്റിയെ എല്ലാ തരത്തിലും താഴയിലേക്ക് കൊണ്ടുവരുന്ന, ഇംപ്രോഗ്രസീവായിട്ട് കൊണ്ടുപോകുന്ന, സൊസൈറ്റിക്കും ഫാമിലിക്കും പേഴ്സണലിയും ഡാമേജും നഷ്ടങ്ങളും മാത്രം ഉണ്ടാക്കുന്ന ഈ ആൽക്കഹോളും അതുപോലുള്ള എല്ലാ ഡ്രഗുകളും ബാൻ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയും സൊസൈറ്റിയിൽ ഇതൊരു അവയർനെസ് ആകണമെന്ന ആഗ്രഹത്തോടു കൂടി മാത്രം ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷണൽ വീഡിയോ ആണിത്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ.